കാരണം ആന്റണി അത് മനസ്സിലാക്കിയില്ല. വയലാർ മനസ്സിലായില്ല. വയലാർ ഇപ്പോഴും എല്ലാം മറച്ചു പിടിക്കുന്നുണ്ട്. ചേർത്തലക്കാരനാണ് വയലാർ. AK ആന്റണിയും ചേർത്തലക്കാരനാണ്. ഞാൻ കാട്ടൂരുകാരനാണ്. പക്ഷെ മറിച്ച് AK ആന്റണിയും വയലാർ എൻ്റെ രാഷ്ട്രീയപദവികളാണോ എന്ന് പറയാൻ എനിക്ക് തന്നെ നാണക്കേടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിത്തിരമാല ചാറും തത്തെ ഊറ്റിക്കുടിച്ച് തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ പോലും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് അതിനെല്ലാം സ്വാഗതം ചെയ്ത ആൾക്കാരല്ലേ നിങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. നിങ്ങൾ രാജ്യത്തിൽ ഞാൻ ഇപ്പോഴും മുത്തയടിക്കും. നിങ്ങൾ കോൺഗ്രസ് വിളിക്കുന്ന നാണക്കേടുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം നിങ്ങൾ ഇവിടെ എത്തിയിട്ട് പോലും നിങ്ങൾക്ക് പകുതിരിവോ മര്യാദയോ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ വരെ പരിശോധിച്ചാൽ ഇല്ല. എന്തുകൊണ്ട് നിങ്ങളെല്ലാ കാലഘട്ടവും അധികാരത്തിൽ വരുമ്പോൾ പട്ടാളമുണ്ട്, പോലീസുണ്ട്, അല്ലാതെ ഉണ്ട്, നോക്കണ്ടില്ല. അതെല്ലാം പകുതിരിവില്ലായ്മയാണ്, നിയമവിരുദ്ധമാണ്, ഭരണഘടന ലംഘനമാണ്, കോട്ടലക്ഷ്യമാണ്. അതിന് സുപ്രീം കോടതിക്ക് വരെ കേസെടുക്കാം. ലോക്കൽ രാഷ്ട്രീയ റിവോൾവർ ജനങ്ങളിൽ നിരക്ക് എടുത്തിയടിക്കുന്നത് നിയമവിരുദ്ധമാണ്, ഭരണഘടന വിരുദ്ധമാണ്, കോട്ടലക്ഷ്യമാണ്. അതിന് കേസെടുക്കേണ്ടത് സുപ്രീം കോടതിയാണ്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, സുപ്രീം കോടതിക്ക് വിടുകയാണ്. എന്നാൽ സുപ്രീം കോടതി ഇരിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർ കോടിക്കണക്കിന് രൂപയുടെ കോട വാങ്ങിച്ചിട്ട് തമ്മിൽ വിവാദം ഉണ്ടാക്കിയ ചരിത്രങ്ങളുണ്ട്. ആന്റണി ഇവിടെ പോയി മറുപടി പറഞ്ഞില്ലല്ലോ. വയലാർ കൂടി മറുപടി പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? ഉമ്മൻചാണ്ടി പറഞ്ഞില്ല, രമേശ് ചെന്നിത്തല പറഞ്ഞില്ല. ഇതിപ്പോ കോടതിയുടെ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കോടതി കാണിക്കുന്നതെല്ലാം ശരിയാകണമെന്ന് പറയുന്നവരല്ലേ നിങ്ങൾ? അത് തെറ്റല്ലേ? നിയമവിരുദ്ധമല്ലേ? ഭരണഘടന ലംഘനമല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആരാ വിശ്വസിക്കുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ എന്തെല്ലാം കാണിച്ചു കൂടി ജനങ്ങളുടെ നേർക്ക്? അതൊക്കെ മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തെല്ലാം പഠിച്ചു കൂട്ടി? എന്നിട്ട് എന്ത് പറ്റും നിങ്ങൾക്ക്? നിങ്ങൾ കാണിച്ചതെല്ലാം മര്യാദയുടെ നടപടിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു. തൊഴിലാളികളെ നിങ്ങൾ മറന്നു കഴിഞ്ഞു. മറ്റ് വിദ്യാലയങ്ങളുടെ യുവതിവാക്കൾ നിങ്ങൾ മറന്നു കഴിഞ്ഞു. അങ്ങനെ ഓരോ ആൾക്കാരെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ കൂടെ ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് വന്നപ്പോൾ, ഇന്ദിരാഗാന്ധിക്ക് പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ വന്നപ്പോൾ 1975 ജൂൺ 25 അർദ്ധരാത്രി 11:45 20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തത്? പഞ്ചാബിലെ പ്രസിഡന്റ് നിയമപരമായിട്ട് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളായിരുന്നു. നിങ്ങളത് ചെയ്തു. എന്തുകൊണ്ട് ചെയ്തില്ല? പിത്തിരമ്പാല നിങ്ങൾ തള്ളിപ്പറഞ്ഞു. ആ പിത്തിരമ്പാല നിങ്ങൾ 72, 73 കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ കൂട്ടുപിടിച്ച് ചാരം തത്തെ ഊറ്റിക്കുടിച്ചു, വിജയം കൊയ്തു. പഞ്ചാബിൽ നിങ്ങൾ എന്താ കാണിച്ചത്? പിത്തിരമ്പാല കൂട്ടുപിടിച്ച് ചാരം തത്തെ ഊറ്റിക്കുടിച്ച് തള്ളിപ്പറഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞെന്താ? ഇന്ദിരാഗാന്ധി കൈക്കൊണ്ട ധിക്കാരമായ നിലപാട് ശരിയല്ല, തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് KPCC പ്രസിഡന്റ് ശ്രീമാൻ ആന്റണി എന്താ പറഞ്ഞത്? പിത്തിരമ്പാല ഞങ്ങളുടെ സുഹൃത്താണ്, അതുകൊണ്ട് പിത്തിരമ്പാലക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കില്ല എന്ന പ്രചാരവേല നടത്തുകയല്ല ശ്രീമാൻ ആന്റണിയും വയലാറും ചെയ്തത്. തെറ്റല്ലേ? നിയമവിരുദ്ധമല്ലേ? ഭരണഘടന വിരുദ്ധമല്ലേ? കോട്ടലക്ഷ്യമല്ലേ? ഇതിന് സുപ്രീം കോടതിക്ക് മറുപടി പറയാൻ കഴിയണം. ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി 75 അടിയന്തരാവസ്ഥ നിവൃത്തമായിട്ട് പാർലമെന്റോ രാജ്യസഭ വിളിച്ച് ആലോചിക്കാതെ സ്വന്തം മനസ്സാലെ നിവൃത്തമായ നിലപാടിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അവരെന്താ പറഞ്ഞത്? ദേശീയ ഇടതുപക്ഷ കാപാലികർ നിവൃത്തമായ നിലപാടില്ല, ദേശീയ ഇടതുപക്ഷ കാപാലികർ എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല, അധികാരമില്ല. ജനങ്ങളെ പ്രതികരിക്കുന്ന പക്ഷികളാണ് ഇടതുപക്ഷ മുന്നണിയുടെ ആൾക്കാർ. ആ ആൾക്കാർ നിങ്ങൾ കാണിക്കുന്ന മര്യാദ നടപടിയെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അതിന് സുപ്രീം കോടതിക്ക് ഞങ്ങൾ നേരെ വരേണ്ട ആവശ്യമേ ഇല്ല. ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള നിയമമായ നടപടി പോകുന്ന കക്ഷികളാണ് ഇടതുപക്ഷ മുന്നണി. ആ ഇടതുപക്ഷ മുന്നണിയെ കരുതിക്കൂട്ടി തേടിക്കുന്നത് കരുതിയേറ്റുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ തടിതപ്പ് രക്ഷപ്പെടാൻ വേണ്ടി വ്യാമ വയ്ക്കുന്ന ആൾക്കാർക്ക് കൂട്ടുവയ്ക്കുന്നതല്ല കോടതി. തിരുത്തണം. 75 അടിയന്തരാവസ്ഥയുടെ ധിക്കാര നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെ ആ നേതൃത്വ നിലപാട് സ്വീകരിച്ചതിനെതിരെ അലഹാബാദ് ഹൈക്കോടതി തീരുമാനമെടുത്തല്ലോ. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെറ്റായിപ്പോയി എന്ന നിഗമനത്തിൽ അലഹാബാദ് ഹൈക്കോടതി എന്ന തീരുമാനം വന്നല്ലോ. ആന്റണി എന്താ പറഞ്ഞത്? വയലാർ എന്ത് പറഞ്ഞു? കരുണാകരന്റെ പൊന്നാമന പുത്രൻ മുരളി എന്താ പറഞ്ഞത്? അതിന് താഴെട്ടുള്ള രമേശ് ചെന്നിത്തലയും കാർത്തികനും തിരുവനന്തപുരം രാധാകൃഷ്ണൻ വിവരം കെട്ടവന്മാരെന്താ പറഞ്ഞത്?